എന്താ പരിപാടിക്ക് എന്താ ഇറങ്ങിയേക്കുന്നേ വെളിയിലോട്ട്? ഡ്രൈവിംഗ് പഠനം. അതായത് നമ്മുടെ പാറു ഡ്രൈവിംഗ് പഠിക്കാൻ പോവുകയാണ്. അത് ഡ്രൈവിംഗ് സ്കൂളിലൊന്നുമല്ല, നമ്മൾ സ്വന്തമായിട്ടാണ് പഠിക്കുന്നത്. എന്താവും ഏതാവുന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഒന്ന് പരീക്ഷ നോക്കാം. നല്ല വണ്ടിയൊന്നും കൊടുത്ത് പഠിപ്പിക്കുന്നില്ല. നമ്മുടെ പേടക ഇവിടെ കിടപ്പുണ്ട്. ചെറുക്കനെ എടുത്തിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. അവിടെ തന്നെ പഠിപ്പിച്ചതായതുകൊണ്ട് ഞാൻ ആദ്യമേ സ്റ്റിയറിംഗ് ബാലൻസിന് മുമ്പ് തന്നെ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറ്റിയിരുന്നത്. ആദ്യമേ നമുക്ക് ബേസിക് ഒക്കെ പറഞ്ഞു കൊടുത്ത് സ്റ്റിയറിംഗ് ബാലൻസിന് മുമ്പ് തന്നെ ക്ലച്ച് ബാലൻസ് കൊടുക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പലർക്കും പല അഭിപ്രായമായിരിക്കും. അത് നമുക്ക് ഓടിച്ച് പഠിപ്പിച്ച് തെളിയിക്കാം അല്ലേ? നോക്കാലോ. ഇപ്പൊ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. പ്രാർത്ഥിച്ച് സ്റ്റിയറിംഗ് തൊട്ട് എത്ര പെട്ടെന്ന് പഠിച്ചു തരുന്നു അത്രയും നല്ലതായിരിക്കും വണ്ടിക്കും എനിക്കും നല്ലത്. നല്ല പ്രാർത്ഥന. വണ്ടി ഒന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങാം. ആദ്യമേ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ മൂന്ന് പെഡലിന്റെ പേര് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡ് വരെ ABC അങ്ങനെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ വരെ പറയുന്നത്. നമ്മളത് പറഞ്ഞില്ലെങ്കിലും ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ. ക്ലച്ച് ഏതാ? ഒന്ന് കാലോട്ട് കാണിച്ച്. ക്ലച്ച് അത്. ബ്രേക്ക്, ആക്സിലേറ്റർ. ഈ സംഭവം ഈ ഇടത്തേക്കാലില്ലേ, ഇടത്തേക്കാൽ ക്ലച്ചിന് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ബ്രേക്കിനും ആക്സിലേറ്ററിനും വലത്തേക്കാലും. ഓക്കെ. പറൂ. അടുത്തതായിട്ട് നമ്മുടെ ഗിയറിന് മുകളിൽ കുറച്ച് സിമ്പിൾ എഴുതിയിട്ടുണ്ട്, കണ്ടോ? അത് എങ്ങോട്ടൊക്കെയാ പോകുന്നതൊക്കെ ഏകദേശം ഡയറക്ഷൻ കാണിക്കുന്ന സിമ്പിൾസ് ആണ്. അതൊന്ന് കൈ പിടിച്ചിട്ട് നോക്കിയാ ആ ഒരു ഡയറക്ഷൻ വെച്ചിട്ട് ഫസ്റ്റ് അങ്ങോട്ടാ വരിക. ഫസ്റ്റ് എഴുതിയൊക്കെ നിർത്തിട്ട് ഫസ്റ്റ് പോകും. മിടുക്കി. സെക്കൻഡ്. പരിപാടിയൊക്കെ അറിയാലോ. ഡയറക്ഷൻ വെച്ചിട്ട്. അപ്പൊ തേർഡ് പോയി അതുപോലെ തന്നെ. തേർഡ്. ഓക്കെ. ഫോർത്ത് പോയി. ഫിഫ്ത്ത് പോയി. മിടുക്കി. ഇനി ന്യൂട്രൽ റിവേഴ്സ് നടത്തേ. ന്യൂട്രൽ ഇട്ടിട്ട് റിവേഴ്സ് പോ. മിടുക്കി. അതാണ് ഗിയർ സിസ്റ്റം ഇതിന്റെ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, റിവേഴ്സ്. ഈ ഫസ്റ്റ് ഒക്കെ എന്നതിനറിയോ? വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനിഷ്യൽ പുള്ളിങ് കൊടുക്കാനുള്ളതാണ് ഫസ്റ്റ്. ഓവർ സ്പീഡ് കയറത്തില്ല, പക്ഷെ വണ്ടിക്ക് ഭയങ്കര പവർ ആയിരിക്കും. നമ്മൾ എവിടെ വേണമെങ്കിലും കയറ്റിക്കൊണ്ട് പോകാനും എല്ലാം ഫസ്റ്റിന് പറ്റും. സെക്കൻഡിനും അതേപോലെ തന്നെ പ്രയോറിറ്റി ഉള്ളതാണ്. ബാക്കിയുള്ള ഗിയേഴ്സ് എല്ലാം നമ്മുടെ സ്പീഡ് കൂട്ടാനും വണ്ടിയുടെ റോഡിനനുസരിച്ച് പെർഫോമൻസ് കൊടുക്കാനുള്ളതാണ് ബാക്കിയുള്ള ഗിയേഴ്സ് എല്ലാം. അപ്പൊ തുടക്കത്തിൽ നമ്മൾ ഒന്നിലും രണ്ടിലും മാത്രമേ പോകത്തുള്ളൂ. തുടക്കത്തിൽ ഇപ്പൊ നമുക്ക് അതിന് പോയാൽ മതി. ഇല്ലെങ്കിൽ ഈ വണ്ടി നാളെ വീട്ടിൽ കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോവാം. അടുത്തത് മെയിൻ ആണ് സ്റ്റിയറിംഗ്. ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളപ്പോ അടിക്കാനുള്ള സാധനമാണ് ഓൺ. നടുക്കിരിക്കുന്ന സാധനം. അത് ഞെക്കിയാൽ ഓണ് കേൾക്കും. അത് സ്റ്റാർട്ട് ആക്കിയിട്ട് ഞെക്കിയാൽ ഓണ് കേൾക്കും. ഇടയ്ക്കിടയ്ക്ക് മീറ്ററിൽ നോക്കിക്കണം, സ്പീഡ് കൂടുന്നുണ്ടോ, കൂടിയാ കുറയ്ക്കണം. ആക്സിലേറ്റർ സ്പീഡ് കൂട്ടാനായിട്ടുള്ള സാധനമാണ്. ഞെക്കും തോറും സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. ആയിട്ടുള്ള കാര്യം ഹാൻഡ് ബ്രേക്ക്. ഇത് സ്റ്റാർട്ട് ആക്കിയിട്ട് എല്ലാവരും മറന്നു പോകുന്നൊരു പരിപാടിയാണ് ഹാൻഡ് ബ്രേക്കിന്റെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഹാൻഡ് ബ്രേക്ക് എടുക്കുമ്പോൾ ഹാൻഡ് ബ്രേക്ക് എടുത്തില്ലെങ്കിൽ വണ്ടി കുത്തി അവിടെ നിൽക്കത്തേ ഉള്ളൂ. ചില വണ്ടിക്ക് ഹാൻഡ് ബ്രേക്ക് കുറവുള്ള വണ്ടി പതിയെ നീങ്ങും. ഹാൻഡ് ബ്രേക്ക് അവിടെ ഇരുന്ന് കത്തി തീരത്തേ ഉള്ളൂ. ഹാൻഡ് ബ്രേക്ക് എടുത്തിട്ട് വേണം നമ്മൾ എപ്പോഴാണല്ലോ വണ്ടി എടുക്കാൻ. മനസ്സിലായോ? അത് മാത്രമല്ല സീറ്റ് ബെൽറ്റും മുഖ്യം വെക്കില്ലേ, ആദ്യമേ അതിടണം. ഫസ്റ്റ് അത് ഇട്ട് തുടങ്ങിക്കോ. അങ്ങനെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് റെഡിയാക്കി. ഇനി നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്നറിയോ? ചവിട്ടി പിടിച്ചേക്കുന്നുണ്ടോ? ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ ഞാൻ പറഞ്ഞു തന്നില്ലേ? ലെഫ്റ്റ് കാല് ക്ലച്ച് മാത്രം. ഈ ക്ലച്ച് ഫുള്ളും ചവിട്ടിക്ക് ചുമ്മാ. ഓക്കെ. ഈ ബ്രേക്ക് പെഡല് ഓഫില് പ്രസ് ആവത്തില്ല, അത് ഹാർഡ് ആയിട്ടിരിക്കും. സ്റ്റാർട്ടിങ് മാത്രമേ അത് ലൂസ് ആയി വരത്തുള്ളൂ. ആക്സിലേറ്റർ പിന്നെ എപ്പോഴും ലൂസ് ആയിരിക്കും. ഓക്കെ. ഇത് നമ്മൾ വണ്ടി എടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ വന്നിരിക്കുന്ന ഒരു ഗ്രൗണ്ടിലോട്ടായതുകൊണ്ടും അടുത്ത് എടുത്തൊന്നും വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞാൻ സ്റ്റാർട്ട് ആക്കിക്കുകയാണ്. ഒന്ന് സ്റ്റാർട്ട് ആക്കിക്കോ. സ്റ്റാർട്ട് ആക്കുന്നത് എങ്ങനെ അറിയോ? കീ ഇട്ടിട്ടുണ്ടല്ലോ. ആ കീ ഹോള് കണ്ടോ? ആ കീ ഹോള് റൈറ്റിലേക്ക് തിരിക്കുക. അങ്ങോട്ട് സ്റ്റാർട്ട് ആക്കുക. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ആക്കുന്നത്. അപ്പൊ നമ്മളങ്ങനെ ചവിട്ടി പിടിച്ചേക്കുമല്ലേ, നമ്മൾ എന്നാ ചെയ്യേണ്ടത് അറിയോ? ഗിയർ ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ കാണിച്ചില്ലേ? ഫസ്റ്റ് ഈ ഫസ്റ്റ് ആയിട്ട് ഇടുമ്പോഴും നമ്മള് ക്ലച്ചും ബ്രേക്കും ചവിട്ടി തന്നെ പിടിക്കണം. ഈ ക്ലച്ച് ഫുള്ള് ചവിട്ടാതെ ഒരിക്കലും ഗിയർ ഇടാൻ പാടില്ല കേട്ടോ. ഗിയർ ജോയിന്റ് ഇടിച്ച് നിൽക്കാം, ഗിയറിന്റെ അകത്ത് ഡാമേജ് വരാം, ഗിയറിന് ഡാമേജ് വരാം. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഗിയർ ബോക്സിനൊക്കെ പണിയാവും. അതുകൊണ്ട് എപ്പോഴും നമ്മള് ക്ലച്ച് ചവിട്ടി മാത്രമേ ഗിയർ മാറ്റാവൂ. ശ്രദ്ധിച്ചോണം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടില്ലേ, ഇനി അങ്ങനെ വണ്ടി നീങ്ങുന്നതെന്ന് അറിയോ? ഈ ക്ലച്ച് ഇല്ലേ, ക്ലച്ച് നമ്മള് ഫുൾ അല്ലേ എടുക്കുമ്പോ ലൂസ് ആവുന്നേ. നമ്മള് ഹാഫ്, അതിന്റെ പാതി ക്ലച്ച് ഒന്ന് റിലീസ് ആക്കി. ബ്രേക്കിന്ന് കാലെടുക്കില്ല കേട്ടോ. പാതി ക്ലച്ച് റിലീസ്. ഇച്ചൂടെ. ഓക്കെ. വണ്ടി വരയ്ക്കാൻ തുടങ്ങിയല്ലേ? ജസ്റ്റ് ഒന്ന് കാലെടുത്തേ. കണ്ടോ വണ്ടി മൂവ് ആവുന്നുണ്ടോ? ആദ്യമായിട്ട് ഒരു വണ്ടി ഉരുട്ടാനായിട്ട് പഠിച്ചില്ലേ എങ്ങനെയാന്ന്? നമുക്ക് ഈ മോഡിൽ തന്നെ കുറച്ചു നേരം ഒന്ന് ഓടിച്ചു നോക്കാം. സ്റ്റിയറിംഗ് ബാലൻസ് അല്ല, നമുക്ക് സ്ട്രെയിറ്റ് ഗ്രൗണ്ട് ആയതുകൊണ്ട് സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് അല്ല ഇരിക്കുന്നേ. അപ്പൊ ആ സ്ട്രെയിറ്റ് തന്നെ നമുക്ക്
ക്ലച്ച് ബാലൻസ് ആക്കി നോക്കാം ആദ്യമേ. ഓക്കെ. അപ്പൊ ഇത് കണ്ടോ, നമ്മൾ ഫസ്റ്റ് ഡേ കൊടുത്തിട്ടേ ഉള്ളൂ. സ്റ്റിയറിംഗ് തിരിക്കുന്നത് നോക്കി എങ്ങനെയാണ് ആ റോഡിന്റെ ഒരു ഐഡിയ വെച്ചിട്ട് ആ ക്ലച്ച് ബാലൻസ് മാത്രമാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ റോഡിനനുസരിച്ച് മാത്രം. പക്ഷെ ഇച്ചിരി റോങ് ആയി പോകുന്നുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. കണ്ടോ, നമ്മുടെ സ്റ്റിയറിംഗ് പിടിക്കുന്ന അനുസരിച്ച് നല്ല പോകുന്നത്. അത് സാരമൊന്നുമില്ല, ഗ്രൗണ്ടിലായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതെ. ഈ ഓടിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം കേട്ടോ. ഈ ഹാഫ് ക്ലച്ച് അങ്ങോട്ട് തിരിക്കടി. അതെ, ഈ ഹാഫ് ക്ലച്ചിൽ മാത്രമല്ല നമ്മൾ പോകണ്ട കേട്ടോ. ഹാഫ് ക്ലച്ചിൽ ആയി കഴിഞ്ഞിട്ട് ക്ലച്ച് റിലീസ് ചെയ്യണം. നമ്മൾ അടുത്ത് ഗിയർ ഇടാണ്ട് സെക്കൻഡ് ഗിയർ ഒക്കെ ഇടാണ്ട് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറഞ്ഞു തരുവാണ്, ക്ലച്ച് റിലീസ് ചെയ്യണം കേട്ടോ. ഓക്കെ. അങ്ങനെ പോട്ടെ, കാട്ടിലോട്ടല്ല. പിന്നെ വണ്ടി നിർത്താൻ നേരം ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക് തന്നെ ചവിട്ടിയാൽ ജോലി അടിച്ച് ചാവും. അതായത് ചാവും എന്ന് പറഞ്ഞാൽ നിന്നു പോകും വണ്ടി. കാരണം ഫസ്റ്റ് ഗിയർ മാത്രമേ ഇപ്പൊ ഓടിച്ചോണ്ടിരിക്കുന്നത്. ജോലി ഇടിക്കാതെ ഇരിക്കണമെങ്കിൽ ക്ലച്ചും ബ്രേക്കും കൂടെ ഒരുമിച്ച് ചവിട്ടിയാൽ മാത്രമേ വണ്ടി നിൽക്കത്തുള്ളൂ. ഫസ്റ്റ് ക്ലച്ച് ഫുള്ളി ഔട്ട്, എന്നിട്ട് ബ്രേക്ക് ഔട്ട് നിൽക്കാനായിട്ട്. അല്ലെങ്കിൽ നല്ല സ്ലോ ആണെങ്കിൽ ഒരു ഹാഫ് ക്ലച്ച് തന്നെ പിന്നെ ക്ലച്ച് കൊണ്ടുവന്നിട്ട് ആ ഒരു ബാലൻസ് ചെയ്ത് പോവാണെങ്കിൽ സെറ്റായി. ഇപ്പൊ ജോലി ഇടിച്ച് നിന്ന് പോയില്ലേ, ഇതിന് കാരണം എന്നാ ക്ലച്ച് ചവിട്ടിയില്ല. അതാണ് മെയിൻ കാരണം. ബ്രേക്ക് മാത്രം ചവിട്ടിയിട്ട് സ്ലോ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നാല് വണ്ടി നിന്നു പോകും. ശ്രദ്ധിച്ചു. അതിപ്പോ എന്നെ ഒച്ച കേട്ടെന്നറിയോ, സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ട് പിന്നെയും ഇതടിച്ചല്ല സ്റ്റാർട്ടർ അടിച്ചു പോകുന്നത്. അതുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റിലോട്ട് തന്നെ തിരിക്കുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ആയെന്ന് അറിയാം. പിന്നെ കഴിക്കുമ്പോ സ്റ്റാർട്ടർ പണി കിട്ടും. ഓക്കെ. ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ, ഇവിടെ ഓടി കണ്ടിട്ടുണ്ടോ എന്നാന്ന് അറിയത്തില്ല. ചേട്ടന് അതുകൊണ്ടല്ല, ചേട്ടന് വേണ്ടി നാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ല. കുഴപ്പമില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് ഉരുട്ടുന്നുണ്ട് കേട്ടോ. ഇതുണ്ട്, നമ്മൾ ഓടിച്ചാണ് സ്റ്റിയറിംഗ് ബാലൻസ് ആണെന്ന് പറയുന്നത്. ഇത് ഞാൻ ഒട്ടും അങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് പഠിപ്പിച്ച് കൊടുത്തിട്ടില്ല. ഏകദേശം ഒക്കെ ലെവലായി വരുന്നില്ലേലും ആവറേജ് ഒക്കെ പോകുന്നുണ്ട്. മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വണ്ടി അത്രയും ആയല്ലോ. ഹായ്. അങ്ങനെ 3-4 ദിവസത്തെ വണ്ടി ഓടിച്ചതിന് ശേഷം അത്യാവശ്യം വണ്ടി ഓടിക്കാന്നുള്ള സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. റോഡിലോട്ട് കയറ്റാനായിട്ട് നമുക്ക് നിയമമായിട്ട് അനുവദിക്കാത്തതുകൊണ്ട് നമുക്ക് ലേണൈസ് ചെയ്താൽ ഇനി അടുത്തതായിട്ട് ലേണൈസ് എഴുതി നമ്മള് ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡിലല്ലേ വണ്ടി ഓടിച്ചത്. ഇനി 3rd 4th 5th ഒക്കെ എടുത്ത് പതിയൊന്ന് വണ്ടി ഓടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. നമുക്ക് അതൊന്ന് കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ